പ്രളയം ഭീകരമായി ബാധിച്ച ഈരാറ്റുപേട്ട സന്ദർശിക്കാൻ മുഖ്യമന്ത്രി സന്മനസ് കാണിക്കണമായിരുന്നുവെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം വി.എൻ. വാസവൻ. സിപിഎം ഡിവൈഎഫ്ഐ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച ദുരിതാശ്വാസ സാമഗ്രികൾ ഈരാറ്റുപേട്ടയിലെ പ്രളയബാധിതർക്ക് കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രളയ ദുരന്ത നിവാരണത്തിന് കൃത്യമായി ഏകോപനമുണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതു പ്രദേശത്തും ദുരന്തമുണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന ഈരാറ്റുപേട്ടക്കാർക്ക് അത്തരമൊരു സ്നേഹം തിരിച്ചു കിട്ടിയോ എന്ന് ഈ നാട്ടുകാർ ചിന്തിച്ചാൽ അതിലവരെ കുറ്റം പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക്സി തോമസ്, മുൻ എംഎൽഎ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ.എം.എ. ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയമേഖലയിൽ സേവനമനുഷ്ഠിച്ച ടീം നന്മക്കൂട്ടം, ടീം റെസ്ക്യൂ ഫോഴ്സ്, ടീം എമർജൻസി, എഐവൈഎഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ്, ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് തുടങ്ങിയ സംഘടനകളെ യോഗത്തിൽ ആദരിച്ചു. കച്ചവടക്കാരുടെ ഭാവി അന്ധകാരത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത്. അവർക്ക് ഭാവിയിൽ ഒരു കച്ചവടം ഇനി ആരംഭിക്കണമെങ്കിൽ ചില കൂട്ടർക്ക് ഒന്നേം തുടങ്ങും. അവർക്ക് ചിലർ കൊടുതുണിക്കും മറുതുണിയില്ലാത്ത രൂപത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇവിടെ സംജാതമായി. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലും പരിസര പ്രദേശങ്ങളിലും പൂഞ്ഞാർ തെക്കേക്കരയിലും ഈക്കോയിലും തലനാടും തലപ്പരവും മൂന്നിലും എല്ലാം ഉള്ള പ്രദേശങ്ങളിൽ പല രൂപത്തിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്കും കൃഷിക്കാരുടെ കൃഷിനാശങ്ങളും അതേപോലെ തന്നെ പന്നിഫാമും മറ്റ് പശുക്കളുടെ തൊഴുത്തുമൊക്കെ നഷ്ടപ്പെട്ട് പശുക്കൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടതെല്ലാം കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 700-ൽ പരം കുടുംബങ്ങൾക്ക് തങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഇവിടെ സംജാതമായി എന്നുള്ളതാണ്. അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ ഭാവിയെ സംബന്ധിച്ച ദിശാബോധം പകരുന്ന ഭാവനാസമ്പന്നമായ ഒരു പരിപാടിക്ക് രൂപവും ഭാവവും നൽകി അവരെ പുനരധിവസിപ്പിക്കാനുള്ള രൂപത്തിലേക്കുള്ള ആലോചനയും വരേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നൽകേണ്ട മുന്നറിയിപ്പുകൾ കച്ചവടക്കാർക്ക് നൽകാൻ തയ്യാറായി. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ സമയത്തിനുള്ളിൽ അനൗൺസ്മെന്റ് നടത്തിയോ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇടയുണ്ടെന്നുള്ള വിവരം എത്തിക്കുകയോ ചെയ്യേണ്ടവർ അതിലേക്ക് കടന്നു വന്നില്ല എന്നുള്ളത് ഏറെ വിഷമകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇടവന്ന സന്ദർഭവും ഉണ്ടായി എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ കൃത്യമായി അതിനെ ഏകോപിപ്പിക്കാൻ സ്ഥലത്തെ ജനപ്രതിനിധികളും മുന്നോട്ട് വരേണ്ടത്. ആ കാര്യത്തിലും ഇവിടെ ഉണ്ടായ പരാജയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വഴി നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ഥല എംഎൽഎ തന്നെ അതിന്റെ കോർഡിനേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കാനും നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്താനും അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നവർക്കെല്ലാം വലിയ രൂപത്തിൽ ആശ്വാസം നൽകാനും മുന്നോട്ട് വരേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഈരാറ്റുപേട്ടയിൽ അത് ഉണ്ടായില്ല എന്നതാണ് ദുഃഖകരമായ സത്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റാന്നിയിൽ വരെ വന്നതായി നമ്മൾ കണ്ടു. റാന്നി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കോട്ടയം പാർലമെന്റ്, പത്തനംതിട്ട പാർലമെന്റിന്റെ ഭാഗമാണ്. ഈ പൂഞ്ഞാറും പേട്ടയും പത്തനംതിട്ട പാർലമെന്റിന്റെ ഭാഗമാണ്. ഒരു പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ ഒരു വിഷയത്തെ യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് വന്ന് അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടം കൂടി എത്തി ഇത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ സന്മനസ് ഉയരേണ്ടതായിരുന്നു എന്ന കാര്യവും ഞാനിവിടെ എടുത്തു സൂചിപ്പിക്കുകയാണ്. കാരണം അത്രത്തോളം ഭയാനകമായിരുന്നു ഈരാറ്റുപേട്ടയിലുണ്ടായ നാശനഷ്ടങ്ങൾ എന്ന കാര്യം നമ്മളെല്ലാം കണ്ടു. ഈ നാട്ടിൽ എവിടെയൊക്കെ ദുരന്തമുണ്ടാകുന്നു, ആ ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തമുണ്ടാകുന്ന മേഖലയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന സഹായഹസ്തം ഈരാറ്റുപേട്ടക്കാരുടേതായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം എന്ന കാര്യം നമ്മൾ കണ്ടതാണ്. കൂട്ടിക്കൽ ദുരന്തമുണ്ടായി. കൂട്ടിക്കൽ ദുരന്തമുണ്ടാകുമ്പോൾ ബഹുമാനായ എംഎൽഎ വേദിയിലുണ്ട്, ഞങ്ങൾ രണ്ടും ഉണ്ട് അവിടെ. 7 ദിവസക്കാലത്തോളം ഞങ്ങൾ അവിടെ നിന്നിരുന്നതാണ്. 24 പേർ മണ്ണിടിയിൽ പോയ സംഭവം. അവിടെ ആദ്യം ഓടിയെത്തിയ സഹായത്തിന്റെ കൂട്ടത്തിൽ ഈരാറ്റുപേട്ടക്കാരുടെ സഹായവും ഇവിടുത്തെ സേവന സന്നദ്ധതയുള്ള ഒട്ടനവധി ചെറുപ്പക്കാരുടെ ഇടപെടലുകളും ആ മേഖലയിൽ ഉണ്ടായി എന്നുള്ള കാര്യം ഞങ്ങൾ എടുത്ത് പറയട്ടെ. അങ്ങനെ കേരളത്തിൽ എവിടെയൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തപൂർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, അത്തരം ഘട്ടങ്ങളിലെല്ലാം മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ഏറ്റവും നല്ല ഒരു വിശ്വമാനവരുടെ സന്ദേശം ഉയർത്തുന്ന ഏറ്റവും നല്ല ടീമുള്ള പ്രദേശമാണ് ഈരാറ്റുപേട്ട. ഇവിടുത്തെ ജനങ്ങൾ അത്രത്തോളം സംസ്കാര സമ്പന്നരും സാമൂഹ്യ ബോധത്തിലും ഉദാത്തമായ മാനവീയരും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
മറ്റുള്ളവരെ സഹായിക്കാൻ കാണിച്ചിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടത്തെ അവരുടെ സേവനബോധവും സംസ്കാര സമ്പന്നമായ സമീപനവും യഥാർത്ഥത്തിൽ അവർക്കൊരു ദുരന്തമുണ്ടായപ്പോൾ തിരിച്ചു കിട്ടിയില്ല എന്ന രൂപത്തിലേക്ക് ഒരുപക്ഷെ അവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയേണ്ടതില്ല. ആ ഘട്ടത്തിലാണ് ഞങ്ങളിവിടെ 2 പ്രാവശ്യം, ആദ്യം സംഭവം ഉണ്ടായ ദിവസം ഞങ്ങൾ വന്നിരുന്നു, പിന്നീട് ഇവിടെ വീണ്ടും ഇവിടുത്തെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളുടെ എല്ലാം വിഷമങ്ങൾ കണ്ട് അതിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ ആ കണക്കുകളെല്ലാം ഞങ്ങൾ എത്തിച്ചു കൊടുത്ത് സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇവർക്കെല്ലാം നഷ്ടപ്രതിഫലം നൽകണമെന്ന രൂപത്തിൽ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് കത്ത് കൊടുപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ വിവരം വൻതോതിൽ കൃഷിനാശം സംഭവിച്ച കൃഷിക്കാർക്കും, പശുക്കളെ നഷ്ടപ്പെട്ടവർക്കും, പന്നിഫാം നഷ്ടപ്പെട്ടവർക്കും, പല രൂപത്തിലുള്ള വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവർക്കും ഭാവി ഉപജീവനത്തിനുള്ള വഴി ഉണ്ടാകും. ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കോമ്പൻസേഷനൊക്കെ അപര്യാപ്തമാണ്. ആരാണ് വേലായുധൻ? പരിമിതികളോടുകൂടെ രാഷ്ട്രീയ വിയോജിപ്പുകളോട് പറയും. ആ പേര് ഇവിടെ പരാമർശിക്കാൻ കാരണം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാര്യാപിതാവാണ്. വാർദ്ധക്യ സഹിതമായ അസുഖങ്ങളുള്ളവരെ കാണുക ഒരു തെറ്റല്ല. അവർ ബന്ധുമിത്രാദികളായാൽ അവരെ കാണുക എന്നുള്ളത് അശേഷം ഒരു തെറ്റല്ല. പക്ഷെ പ്രത്യേകത എന്താണ്? നിങ്ങളുടെ പ്രയോറിറ്റി ആരാണ്? നിങ്ങളുടെ മുൻഗണന ആരാണ്? ഈരാറ്റുപേട്ടയിലും കോട്ടയത്തും മധ്യ കേരളത്തിലും ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ അസാധാരണമായ ദുരിതത്തെ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ, ജീവഹാനി ഉണ്ടാകുമ്പോൾ, പ്രകൃതി ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് ഭയാശങ്കയോടുകൂടെ ഓടി രക്ഷപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ജനതയുടെ മുമ്പിൽ കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളുടെ പണത്തിൽ പ്രവർത്തിക്കുന്ന ഹെലികോപ്റ്ററിൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യ വിവരം തിരക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ മുൻഗണനാ പട്ടികയിൽ 2ാമതാണ്. ഈരാറ്റുപേട്ടയിലെ വ്യാപാരികൾ, വ്യവസായികൾ, കടയുടമകൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുൻഗണനാ പട്ടികയിൽ 2ാമതാണ്. ദുരന്തത്തിനിടയായി മരണപ്പെടേണ്ടവെന്ന നിരപരാധികളായ മനുഷ്യരുടെ ജീവനുകൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പട്ടികയിൽ 2ാമതാണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് എന്ന് തുറന്നു കാട്ടുന്നതാണ്. ജനങ്ങളുടെ നേതൃത്വത്തിൽ ആ പ്രളയ ദുരിതം ബാധിച്ച പ്രദേശത്തു നിന്നുള്ള സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും വ്യാപാരി വ്യവസായ സമൂഹവും ഒക്കെ ചേർന്ന് എങ്ങനെ അതിജീവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ പങ്കാണ് ഡിവൈഎഫ്ഐ ഇവിടെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രളയ ദുരിതാശ്വാസത്തിന്റെ കളക്ഷൻ സെന്റർ പ്രവർത്തിക്കുകയാണ്. ജില്ലയിലെ എല്ലാ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പ്രളയ ദുരിതാശ്വാസ സാമഗ്രികൾ വിവിധങ്ങളായ വാഹനങ്ങളിൽ ഈരാറ്റുപേട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പ്രളയ ദുരന്തമുണ്ടായ അന്ന് രാവിലെ ഞാനിവിടെ എത്തുമ്പോ മറ്റ് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം ഡിവൈഎഫ്ഐയുടെയും CPIM-ന്റെയും മുഴുവൻ പ്രവർത്തകരും വളരെ സജീവമായി ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ അവരെല്ലാവരെയും വളരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഇവിടെ നമ്മുടെ ടീം എമർജൻസി, നന്മക്കൂട്ടം, ടീം റെസ്ക്യൂ ഫോഴ്സ്, കേരളത്തിനാകെ മാതൃകയായിട്ടുള്ള സന്നദ്ധ സംഘങ്ങളാണ് അവരോരോരുത്തരും. ഞാൻ MLA ആയി പ്രവർത്തിച്ചിരുന്ന കഴിഞ്ഞ 5 വർഷക്കാലവും നിരന്തരമായി അവരുടെ സേവനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ പോലും പരാജയപ്പെടുന്നിടത്ത് അവർ ആ ദുരന്ത മുഖങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഞാൻ ഓർക്കുന്നു. ഔദ്യോഗിക രംഗത്ത് നിന്നുള്ള ഉണ്ടായിട്ടുള്ള ഒരു നിഷ്ക്രിയത്വവും നിസ്സംഗതയും ഞാനത് വല്ലാതെ പറഞ്ഞു പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷെ അതൊരു വലിയ രാഷ്ട്രീയ വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിനൊക്കെ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു ഏകോപനം നടക്കേണ്ടതുണ്ട്. അതിന്റെ കൃത്യമായ ഫോളോ അപ്പ് നടക്കേണ്ടതുണ്ട്. അതിന് ഭരണപരമായ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ധനകാര്യ അനുമതികൾ ലഭ്യമാവേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു പ്രളയ സാഹചര്യത്തിൽ, ഒരു ദുരന്ത സാഹചര്യത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ എങ്ങനെ നടപ്പിലാക്കി ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കണം എന്നുള്ളതിന്റെ വലിയ മാതൃക അത് വയനാട് ദുരന്തത്തിന്റെ കാലഘട്ടത്തിലും കുട്ടിക്കൽ ദുരന്തത്തിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ മാതൃക ഇവിടെ സംജാതമാവുന്നില്ല എന്നുള്ള ഒരു ദുര്യോഗം ദുരന്തത്തിന്റെ പിന്നിലുള്ള ഔദ്യോഗിക ഭരണപരാജയ ദുരന്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതും അത് തിരുത്തപ്പെടണമെന്നുള്ളത് കൂടി ഒരു മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമായി ഞാൻ ഈ വേദിയിൽ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പാക്കേജ് സംഭവിച്ചത് എന്താ? ഒരേ സമയം പൂഞ്ഞാർ ഭാഗത്തും തീക്കോയ് ഭാഗത്തും വലിയ മേഘവിസ്ഫോടനത്തോടു കൂടിയ അതിതീവ്ര മഴ ഒരുമിച്ച് ആ രാത്രിയിൽ ഏതാണ്ട് 2-3 മണിക്കൂറുകൾക്കുള്ളിലായി സംഭവിക്കുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഇവിടെ 240ഓളം വീടുകൾ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളാണ്. അതിനുശേഷം മാത്രമേ വ്യാപാരി സമൂഹ നഷ്ടം പറയാൻ പറ്റൂ. കാരണം
താമസിക്കുന്ന വീട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. എന്നാലും കാരണം ഈ ഓണക്കാലത്ത് വലിയ സ്റ്റോക്ക് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നു. ഏകദേശം 300ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ 30 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായി. എന്നാൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള ഭവനായ ശ്രീവാസവൻ ചേട്ടൻ. അദ്ദേഹം ഈ നേരം വെളുത്ത് പിറ്റേ ദിവസം രാവിലെ ഈരാറ്റുപേട്ടയിൽ വന്നു. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളൊക്കെ സന്ദർശിച്ച ശേഷം ഒരു 3 ദിവസത്തിന് ശേഷം ഈരാറ്റുപേട്ട വ്യാപാര ഭവനിൽ അദ്ദേഹം വ്യാപാരികളുടെ സംഘടനകൾ കേൾക്കുന്നതിനും അല്ലെങ്കിൽ ആ നിലയിൽ പ്രതിപക്ഷ നേതാവിന് നമ്മുടെ വിവരങ്ങൾ അറിയിക്കുന്നതിനൊക്കെ വേണ്ടിയായിട്ട് 1 മണിക്കൂറോളം വ്യാപാര ഭവനിൽ ഇരിക്കുകയും പ്രത്യേകം വ്യാപാരി സംബന്ധം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, എന്റെ സമയത്തോളം ഞാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം CPM-ലെ നേതാക്കളുമായിട്ടാണ്. അത് ഞാൻ ഇവിടെ തുറന്നു സമ്മതിക്കുകയാണ്. കാരണം നമുക്കറിയാം, എല്ലാ കാലഘട്ടത്തിലും ഇവിടുത്തെ വ്യാപാര സമൂഹത്തിന് നല്ല നിലയിലുള്ള സഹായം പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്.